വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഈ ഒരു ലെവലെയാണ്. ഈ ലെവലിൽ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പലതവണ. അപ്പോൾ ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിനെ നമ്മൾ വീണ്ടും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നതായിരുന്നു. ആ ഒരു സപ്പോർട്ട് പലതവണ വന്ന് മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി പിന്നെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തതാണ്. ആ ലെവലിനെ വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ലെവലിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഏരിയാസിനെ ഒന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ സപ്പോർട്ട് ഏരിയ വരച്ചിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ട് ഏരിയ ഒന്ന് താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഈ ലെവലിലേക്ക് ഇവിടെ അല്ലെങ്കിൽ ഇവിടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ സപ്പോർട്ട് ഏരിയയുടെ മുകളിൽ ഉണ്ട്. അത് ഒരു FVG ആണ്. ആ ഒരു FVGയെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ 1 അവറിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കീ ഏരിയ ആണ് ഈ ലെവല്. ഈ ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് സപ്ലൈ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ലെവലിലേക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് പലതവണ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ആ ഏരിയനെ സപ്പോർട്ടായിട്ടും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 50 മിനിറ്റ്സിലെ എൻട്രി സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ആണ്. കാരണം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഒരു എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് റീടെസ്റ്റ് നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്താണ് പോകുന്നത്. ആ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് നല്ലൊരു ബെയറിഷ് സിഗ്നൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു എൻട്രി സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ഒരു നല്ലൊരു കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഈ ലെവലിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. കാരണം നേരത്തെ ഗോൾഡിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് റേഞ്ചിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. നോക്കിയാൽ കാണാം ഇവിടെയും നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയതാണ്. അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട് പലതവണ. അപ്പോൾ ഈ ഒരു ലെവൽ വരെയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. കൂടിപ്പോയാൽ അതിന്റെ താഴോട്ടേക്ക് വരും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വന്ന് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിന്നതിന് ശേഷം ഒരു വീഴ്ച താഴോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടി FVGയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ എടുത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവലിനെ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യാൻ കൂടി സാധ്യത കാണുന്നുണ്ട്. കാരണം റേഞ്ചിന്റെ ഉള്ളിലായിരിക്കാം മിക്കവാറും ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഇവിടെ നിന്നൊരു ബൈ നോക്കാം. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. മൊത്തത്തിൽ ഇന്ന് റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത. അല്ലെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് വരണം, അതുപോലെ തന്നെ ഇതിന്റെ താഴോട്ട് വരണം. ഇതിന്റെ താഴോട്ട് വരുന്നാലും വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഈ ഒരു FVG വരെയൊക്കെ ചിലപ്പോൾ മാക്സിമം വരുള്ളൂ. അതുപോലെ നേരത്തെ മാർക്ക് ചെയ്ത മുകളിലോട്ട് പോയാലും നമുക്ക് വലിയൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ലെവലുകൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്.
ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.